വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് എവിടെ ഇറങ്ങി, എന്തുകൊണ്ടതിറങ്ങി, ആ ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇവയെല്ലാം അറിയുന്നതിനായി ഇസ്ലാമിക ലോകത്തെ എല്ലാ തഫ്സീർ പണ്ഡിതന്മാരും ഒരേപോലെ ആധികാരികമായി ആശ്രയിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായൊരു നാമമുണ്ട്, ഇമാം മുജാഹിദ് ഇബ്നു ജബർ. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇസ്ലാമിലെ ആദ്യത്തെ തഫ്സീർ ഗ്രന്ഥത്തിൻ്റെ ശില്പി. ഹിജ്റ 21 മക്കയിലാണ് ഇമാം മുജാഹിദ് ജനിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മുജാഹിദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ മുഴുവനായി 3 തവണ ഇബ്നു അബ്ബാസിന് മുന്നിൽ ഓതി കേൾപ്പിച്ചു. ഓരോ ആയത്തിലും ഞാൻ അദ്ദേഹത്തെ നിർത്തിച്ച് ഇത് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം രചിച്ച തഫ്സീർ മുജാഹിദാണ് ഇസ്ലാമിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതും മുജാഹിദിൻ്റെ വാക്കുകളാണ്. ഖുർആൻ പഠിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അറിവ് നേടാൻ വേണ്ടി മാത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ചു. മക്കയിലെ കേവലം ഒരു അടിമയായിരുന്ന അദ്ദേഹം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനത്തിലൂടെയാണ്. അതിന് അദ്ദേഹത്തിന് അള്ളാഹു നൽകുന്ന സമ്മാനമാകട്ടെ അതിമഹത്തായ ഒന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണം തന്നെയായിരുന്നു. ഹിജ്റ വർഷം 104 തൻ്റെ 83-ാം വയസ്സിൽ കഅബക്ക് ചാരെ ഹറമിൽ വെച്ച് അള്ളാഹുവിനോട് സുജൂദിലായിരിക്കെ ആ മഹാപണ്ഡിതന് അള്ളാഹു അത്രമേൽ അനുഗ്രഹീതമായൊരു മരണം നൽകി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ച ആ ധന്യമായ ജീവിതത്തിന് അത്രമേൽ മനോഹരമായ പരിസമാപ്തിയല്ലാതെ മറ്റെന്തുണ്ട്?